പൊന്നു മക്കളെ, ടാസ്ക് ഇവര് തന്നെ കൊളവാക്കിയിട്ട് ബിഗ് ബോസിന് തന്നെ കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസിന് 7ന്റെ പണി വീട്ടുകാരാണ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് ഇങ്ങോട്ടല്ല കൊടുത്തിരിക്കുന്നത്. അനീഷ് വന്നിട്ട് ടാസ്ക് എല്ലാം അലമ്പാക്കി കൊളവാക്കി എന്ന് തന്നെ പറയാം. അങ്ങനെ വീക്കിലി ടാസ്ക് അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. ഇന്നത്തെ സമയം കഴിഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ, നാളുണ്ടോന്ന് അറിഞ്ഞൂടാ. പക്ഷെ വീക്കിലി ടാസ്ക് ഭയങ്കര മോശമായി പോയി. ഭയങ്കര രസകരമായിട്ട് കളിക്കേണ്ട ഒരു ടാസ്ക്. ലാലേട്ടൻ കുറെ എപ്പിസോഡൊക്കെ പറയുമായിരുന്നു രസകരമായിട്ട് കളിക്കേണ്ട ടാസ്ക്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യം, കാരണം ചില ടാസ്കുകൾ നമുക്ക് രസകരമായിട്ട് കളിക്കാൻ കഴിയത്തില്ല. പക്ഷേ ലാലേട്ടൻ പറഞ്ഞ ഈ ഒരു ടാസ്കിന് നല്ല രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഈ വീട്ടുകാർ മാത്രമല്ല, വീട്ടുകാർക്കൊക്കെ ഇത് ശ്രമിച്ച് തീരാന്ന് പ്രശ്നം. പക്ഷെ ഇവര് തന്നെ ശ്രമിക്കുന്നില്ല ഇവർക്ക് കളിക്കണമെന്ന്. ഇവർക്ക് ഒരു ചിന്തയില്ല, വെറുതെ ഇരിക്കണം എന്നുള്ള ചിന്ത മാത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. അക്ബറിന്റെ ഗെയിമൊക്കെ തീർന്നു. അക്ബർ എന്തിനും പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഒന്നിനും ഒരു പ്രതികരണവും ഇല്ലാതെ മിണ്ടാതിരിക്കുകയാണ്. ആദ്യമൊക്കെ എന്തെങ്കിലും ഇപ്പോ ഹൗസിൽ നടന്ന എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന ഒരാളായിരുന്നു അക്ബർ. ഇപ്പൊ അക്ബറിന്റെ ഗെയിം എവിടെ? അക്ബർ എവിടെ? പൻശരത്ത് പോയതിനു ശേഷം അക്ബർ ഡൗൺ ആയി വരികയാണ്. അതുപോലെ തന്നെ അനീഷ് എന്ന് കാണിച്ചത് നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണ്, നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെഹിർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടുകാർക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട്. വേറെ മോർണിംഗ് ടാസ്കിലൂടെയാണ് ഒരു പണി കൊടുക്കുന്നത്. ബാലറ്റ്, നമ്മുടെ വോട്ടൊക്കെ ചെയ്യത്തില്ലേ, ബാലറ്റ് പെട്ടിയില് ഒരു ബാലറ്റ് പെട്ടി ചെയ്യണം. ആ പെട്ടിയില് ഇപ്പോ ചീഫ് സെക്യൂരിറ്റി ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജിഷിനും അനുമോളും, ഈ 2 പേരിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, ഇവർ ഈ സ്ഥാനത്ത് നിന്നും ഒഴിയണം എന്നുള്ളവര് അവരുടെ പേര് എഴുതി ബാലറ്റ് പെട്ടിയിൽ ഇടണം. അങ്ങനെ കൂടുതൽ വോട്ട് ജിഷിന് കിട്ടുകയും ജിഷിൻ ഔട്ടാവുകയും ചെയ്യും. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അനുമോളെല്ലാം ഔട്ടാവേണ്ടത്, ഞാൻ ഇന്നലെ കാണിച്ച ടാസ്കില് അനുമോളല്ലേ ഇതാവേണ്ടത്, ജിഷിനല്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ വീട്ടുകാർ അവിടെ മാറ്റി ചിന്തിച്ചു, ജിഷിനെ ഔട്ടായി. കാരണം വീട്ടുകാർക്ക് മനസ്സിലായി അനുമോൾ എന്ത് കാണിച്ചാലും അവളുടെ സ്റ്റാൻഡിൽ നിൽക്കും. അപ്പൊ ഇപ്പോ ജിഷിൻ ഒരു 5 കുപ്പി പറഞ്ഞാല് അനുമോൾ ഒരു കുപ്പി ആയിട്ട് പറയുള്ളൂ എന്ന് അവർക്ക് അറിയാം. അങ്ങനെ അവർ കളിച്ചതാണ്. ജിഷിൻ അങ്ങ് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സെലക്ട് ചെയ്യാൻ പറയുകയാണ് സാബുവിനെ. അങ്ങനെ നിങ്ങളെല്ലാവരും സെലക്ട് ചെയ്യാൻ പറയുകയാണ് ഒരാളെ പുതിയൊരു ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാബുമാൻ ആവുകയാണ്. അപ്പൊ സാബുമാനും അനുമോളാണ് ചീഫ് സെക്യൂരിറ്റി ഇൻസ്പെക്ടർ ആവുന്നത്. അപ്പോൾ ഇവര് 2 പേരും. പിന്നെ ഇന്നലെ നെവിൻ ഇരിക്കെ ഒരു ടാസ്കും ചെയ്യാത്തോണ്ട് നെവിൻ ഇതിൽ നിന്ന് ഔട്ട് ആവുകയും ചെയ്തു. അങ്ങനെ ഒരു ഇത് വരെയാണ്, ഒരു വോട്ടിംഗ് വരാൻ, ലൈവ് വോട്ടിംഗ് വരാൻ നിങ്ങൾ 2 പേരെ തിരഞ്ഞെടുക്കുക. ഈ തിരഞ്ഞെടുത്തതെല്ലാം നമ്മള് BB+ കാണിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. അതിൽ എല്ലാവരും ഷാനവാസിനും ആര്യനും തിരഞ്ഞെടുക്കുന്നു. ഷാനവാസ് ഷാനവാസ് ഓറഞ്ചിലും പോകുന്നു. അതുപോലെ തന്നെ ആര്യൻ മാംഗോയിൽ വരുന്നു. അങ്ങനെ മാംഗോ എന്ന് പറയുന്ന പുതിയൊരു ജ്യൂസും കൂടി ഇതിൽ വരുന്നുണ്ട്. അതെനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി. പിന്നെ അറിയിപ്പ് ലഭിക്കുന്നത് മുതൽ അറിയിപ്പ് ലഭിക്കുന്നത് വരെ, ഇനി അറിയിപ്പ് ലഭിക്കുന്നത് വരെ നെവിനും ജിഷിനും ജയിലിൽ കിടക്കണം. ഈ ഒരു പേരിൽ ഇരുവരും ജയിലിൽ പോകണം. അത് എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം ജിഷിന്റെ കാര്യം എനിക്ക് ഇതില്ല, പക്ഷെ നെവിൻ കാണിച്ചതിന് ജയിലിൽ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ നമ്മുടെ വെസൽ ടീമിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. വേറൊന്നും അല്ല, ആദിലെ പാത്രം കഴുകാനായിട്ട് പറയുന്നതിന് ഇഷ്യൂ. ആദിലക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഈ ജോലി ചെയ്യാനായിട്ട്. അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഉച്ചക്കാണ് പാത്രം കഴുകണം, രാവിലെ ഞങ്ങൾ കഴുകി. ഇത് മര്യാദക്ക് അനീഷ് മര്യാദക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ ഞങ്ങളാണെങ്കിൽ നിങ്ങൾ ഉച്ചക്ക് ചെയ്യണം എന്നും അവര് പറഞ്ഞതാണ്. പക്ഷെ ആദിലയാണെങ്കിൽ ഇതൊന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇഷ്യൂ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ കണ്ട എല്ലാത്തിനോടും പ്രതികരിക്കുന്ന അക്ബർ വെസൽ ടീമിൽ അങ്ങനെ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാത്തിനും പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അക്ബർ. ആ അക്ബർ ഇങ്ങനെയൊക്കെ തന്നെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്ത് ചെയ്യാൻ, അക്ബർ ഇപ്പൊ ഡൗൺ ആയി, ഗെയിം കളിക്കുന്നില്ല. ഇന്നലെ കുറച്ച് ഫയർ ഒക്കെ ഉണ്ട്, പക്ഷെ
ഡൗൺ ആയി വരികയാണ്. അക്ബറിന്റെ ഗെയിം ഇങ്ങനെ ഡൗൺ ആയി വരികയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കൂടിപ്പോ ഒരു 80 മുതൽ 85-90 ദിവസം വരെ പോകും. ഇല്ലെങ്കിൽ നടക്കത്തില്ല അക്ബറിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ടാണെങ്കിൽ. വീക്കിലി ടാസ്ക് തുടങ്ങുകയാണ്. ഇത്തവണ വലിയ കുപ്പികളും ഉണ്ടാവും, ചെറിയ കുപ്പികളുണ്ടാവും. വലിയ കുപ്പികൾക്ക് ഒരു കുപ്പിക്ക് 5 കോയിനും ചെറിയ കുപ്പിക്ക് 1 കോയിനാണ് കിട്ടുന്നത്. എന്താണ് ഇങ്ങനെ ഇവര് കുപ്പികളെല്ലാം എടുക്കുന്നു. ഇവര് ജയിലിലാക്കി, നമ്മുടെ നെവിനെ ജഷീലിനെ ജയിലിലാക്കി ഒരു കുപ്പി എടുക്കുന്നുണ്ട്. ഇവര് മര്യാദക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് കിട്ടും, പക്ഷെ അതൊന്നും എടുക്കുന്നില്ല. എന്താണ് എല്ലാരും കഴുകി കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് ഡീലിംഗ് നടത്താൻ അറിയത്തില്ല. ഇവര് ഡീലിംഗ് നല്ല അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ട് പോയിരുന്നെങ്കിൽ, ഇപ്പോ ഇന്നലത്തെ കേസിലാണെങ്കിൽ നമ്മുടെ അനീഷ് ആണെങ്കിൽ വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റിജക്ട് ചെയ്തു. അതിന്റെ ഒരു ആവശ്യമില്ല, കാരണം ഇത് വെള്ളം ഒഴിച്ചിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവർ കാണാൻ പോവുകയാണ്. ഇല്ലല്ലോ, ഇതെന്തായാലും ഒഴിച്ചിട്ട് തന്നെയല്ലേ കൊടുക്കാൻ പോകുന്നത്. സ്ക്രാച്ചിന്റെ കാര്യം നമ്മൾ വിടാം. വെള്ളം കാണുന്നു എന്ന് പറയുമ്പോൾ ഇത് ഇതേ സാധനം തന്നെ വെള്ളം ഒഴിച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാട്? അപ്പോൾ അനീഷ് അങ്ങനെ കുറെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നൂറ ഇതിന്റെ ഇടയിൽ വന്നിട്ട് അനീഷിന്റെ ഒരു കുപ്പി താഴെ ഇടുന്നു. അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തോളം സഹി കെട്ടിയിരിക്കുകയാണ്, നെല്ലിപ്പല കണ്ടിരിക്കുകയാണ് അനീഷ്. ഇന്നതേ അതിനെ പ്രതികരിക്കുകയും ചെയ്തു. കുപ്പി വലിച്ചെറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഈ സൈഡ് വെള്ളം എടുത്തിട്ട് സ്പൂണിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു നൂറയുടെ മേത്ത്. ആദിലേക്ക് ഇഷ്ടപ്പെട്ടില്ല, ആദിലെ തിരിച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ തമ്മിലൊരു ഇടിയാണ്, ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അനീഷ, ആദില, നൂറയും തമ്മിൽ. ഈ നൂറ കാണിക്കുന്നതിന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. നൂറെ കുറച്ച് ഓവറായി വരുന്നുണ്ട്. ഇപ്പൊ ആദില ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നൂറയൊക്കെ ഇപ്പൊ ഓക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ആദിലയാണ്, അതിൽ ഭയങ്കര ഓവറാണ്. കാരണം ആദില ചെയ്യുന്ന ഓരോ പ്രശ്നത്തിനും അത് എഫക്റ്റ് ചെയ്യുന്നത് നൂറയ്ക്കാണ്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ആദില നൂറ എടുക്കുകയാണെങ്കിൽ തന്നെ നൂറക്കാണ് ഇപ്പൊ അത്യാവശ്യം ഫാൻസ് ഉള്ളത്. ഈ ആദില കാരണം നൂറയുടെ ഫാൻസ് നഷ്ടപ്പെടും. കാരണം അവര് ഓൾറെഡി ഒരുമിച്ചൊരു കപ്പിളാണല്ലോ. അപ്പോ എന്താണ് ആദില ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നൂറയ്ക്ക് എഫക്റ്റ് ചെയ്യും. അത് ആദില മനസ്സിലാക്കുന്നില്ല. അപ്പൊ ആദില ഭയങ്കരമായിട്ട് എന്താണ് ഒരു ക്രൂരതയാണോ, എനിക്കത് എങ്ങനെ പറഞ്ഞു വെച്ചാൽ അനീഷിനിട്ട് ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട്. എനിക്കറിയത്തില്ല അതെങ്ങനെ ഇനി എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ചെക്കിങ് നടക്കുകയാണ്, കുപ്പികൾ ഇങ്ങനെ ചെക്കിങ് നടക്കുന്നുണ്ട്. അനീഷിന്റെ കുപ്പിയിൽ ഒരു മുടി കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ ഒരു മുടി കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആക്കുന്നുണ്ട്. അതിനുമോള് ഫുൾ കുപ്പിയും റിജക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആര്യന്റെ 2 മാംഗോ അവർ സെലക്ട് ചെയ്തു. ഇതിന് അനീഷ് ദേഷ്യം, കാരണം ഒരു കുപ്പി പോലും സെലക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അനീഷിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെയുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് കൊളവാക്കി. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അനീഷ് ഭയങ്കരമായിട്ട് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഭയങ്കര ദേഷ്യമായിട്ട് ഇരിക്കുകയാണ്. അത് ഒരുപാടൊക്കെ ആയാൽ പ്രശ്നമാവും. കാരണം ഇപ്പൊ ഇന്നലെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓക്കെ, കാരണം പുള്ളിക്കാരന്റെ ഭാഗത്ത് ന്യായം. പക്ഷെ ഈ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ ഈ ന്യായത്തില് ഇപ്പൊ ഞാൻ ആ വലിച്ചെറിയുന്ന സെക്കൻഡ് വരെ അനീഷിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. പക്ഷെ ആ വലിച്ചെറിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷിനോടുള്ളൊരു ഇത് നഷ്ടപ്പെടും. കാരണം ഇത്രയും ഈ സെക്കൻഡ് ആരും നിൽക്കുള്ളൂ സിമ്പതി അവിടെ വന്നേനെ. പക്ഷേ അത് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞപ്പോഴത്തേക്കും ആരും ഇത് പോകും. എന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാണ്, അങ്ങനെ തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്താണ് അനീഷ ആ ടാസ്കും കൊളവാക്കി. പക്ഷെ എങ്ങനെയോ ഷാനവാസ് ആ മാംഗോടെ അക്സെപ്റ്റ് ചെയ്ത 2 മാംഗോയെ എടുത്തിട്ട് ജിസൈനിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ പണി പുറകെ വരുന്നുണ്ട്. അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അക്ബർ ആണെങ്കിൽ നീ കലക്കി മോനെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അക്ബർ കുറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനിമോളോടും സാബുമാനോടും ചോദിക്കുകയാണ് ബിഗ് ബോസ് എത്ര ബോട്ടിലുണ്ട്, 2 ബോട്ടിൽ അപ്രൂവ് ചെയ്തു കൊണ്ടുവരാൻ പറയുമ്പോൾ കൊണ്ടുവരുന്നു. അതിൽ അപ്പൊ അനിമോൾ ഇതില്ല ഞാൻ പറഞ്ഞത്, ഇതിൽ വേറൊരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അവസാനം പറഞ്ഞ് അവസാനം ഒരു ബോട്ടിലും ഇല്ലാത്ത അവസ്ഥയാക്കി കളഞ്ഞു. അനിമോൾക്കെതിരെ ഇന്ന് കുറച്ചു പേര് വന്നു. പിന്നെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള വീട്ടുകാർക്ക് സമാധാനം. ആര്യനും ജിസൈലിനും ദേഷ്യമാവുന്നുണ്ട്. കാരണം ഇത് എന്താണ് അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ, കുപ്പികളെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം ഇരിക്കുന്നത്. അങ്ങനെ ഈ ടാസ്കും സുഖമായിട്ട് അടിപൊളിയായിട്ട് റദ്ദായിരിക്കുകയാണ്. മോശമായി ഇവർക്ക്. ശരിക്കും പറഞ്ഞു ഇവർക്ക് അടുത്ത ആഴ്ച ഫുഡ് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഫുഡ് വേണമെങ്കിൽ കഴിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനെ ആണെങ്കിൽ കഴിക്കേണ്ട. ബിഗ് ബോസ് ഈ കാര്യം പറഞ്ഞ് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് വാണിംഗ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഈ ആഴ്ച ചിലപ്പോൾ ഈ കേസും പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ആവുമെന്ന് തോന്നുന്നു. കാരണം ഇവര് ഒന്നാമത് മര്യാദയ്ക്ക് ടാസ്ക് കളിക്കുന്നില്ല. ഇടി ഉണ്ടാക്കാൻ വേണ്ടി ടാസ്ക് കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്.
പിന്നെ ഇതാണ് ശരിക്കും മെയിൻ കണ്ടന്റ് ആയിട്ടുണ്ട്. അതിന്റെ ബാക്കി എപ്പിസോഡിലെല്ലാം വേസ്റ്റ് ഉള്ള സാധനം വരുന്നത്. ജിസയിലും നമ്മുടെ ലക്ഷ്മി നമ്മളൊരു ചെറിയൊരു ഒരസല ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി കിച്ചണില് ഷാനവാസ് ചപ്പാത്തി പരത്താൻ പോവാത്തതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞ് ബിന്നിയും ഷാനവാസ് വരുന്നുണ്ട്. അപ്പൊ ബിന്നി പറയുന്നത് പണി എടുക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞാൽ എനിക്ക് വേണ്ട നിങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ആദില കുറെ പേരുടെ മുഖത്തും കയ്യിലൊക്കെ ക്രീമൊക്കെ പറ്റില്ല. അത് ഇന്ന് തിരിച്ച് അനുമോള് തിരിച്ച് അവൾക്ക് കൊടുത്തു. പക്ഷെ അതൊരു ഫണ്ണൊക്കെ ആക്കി എടുത്തു. ഇതാണ് എപ്പിസോഡ് നടന്നത്. പ്ലസ്സിൽ നമ്മുടെ ആ വോട്ടിങ്ങും ഇതൊക്കെ പ്ലസ്സിലാണ് നടന്നത്. മോർണിംഗ് ടാസ്ക് ഒക്കെ അതിലാണെന്നു. അപ്പൊ ഇതാണ് എപ്പിസോഡ് നടന്നത്. എനിക്ക് ടാസ്ക് നഷ്ടപ്പെട്ടു പോയൊരു ഇത് വേദി കിട്ടിയ യൂസ് ചെയ്യാനുള്ള ഇവർക്ക് ഒരു ചിന്തയില്ല. നശിപ്പിച്ച് തുലച്ചു കളഞ്ഞിരിക്കുകയാണ് ആ ടാസ്ക്. ഭയങ്കര സങ്കടമുണ്ട്. കാരണം നല്ല അടിപൊളിയാണ്. നമ്മൾ എൻജോയ് ചെയ്ത് പോവേണ്ട ഒരു ടാസ്ക് ആയിരുന്നു അത്. പക്ഷെ ചളവാക്കി കയ്യിൽ തന്നു. അറിയില്ല നമുക്ക് നാളത്തെ എപ്പിസോഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നാളെയും വീക്കിലി ടാസ്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ അടുത്തൊരു എപ്പിസോഡും റിവ്യൂ ഒക്കെ ഉടനെ വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ.